Section 23, Theorem B. Let y of x and z of x be non-trivial solution of y double dash plus q of x y is equal to 0 and z double dash x z double dash plus r of x z is equal to 0, where q of x and r of x are positive functions such that q of x greater than r of x. Then y of x vanishes at least once between any two successive zeros of z of x. Y of x and z of x non-trivial solutions of these y double dash plus q of x y is equal to 0 and z double dash plus r of x z is equal to 0. അതിൻ്റെ രണ്ട് non-trivial solutions ആണ് y of x z of x. ഇവിടെ q of x r of x പോസിറ്റീവ് ഫങ്ഷൻസ് ആണ് such that q of x greater than r of x ആണ്. അങ്ങനെയാണെങ്കിൽ then y of x vanishes at least once between any two successive zeros of z of x. z of xൻ്റെ രണ്ട് സീറോസുകളുടെ ഇടയിൽ ബിറ്റ്വീനിൽ y of x വാനിഷ് ആവുന്ന ഒരു പോയിൻ്റ് എങ്കിലും ഉണ്ടായിരിക്കും. y of x 0 വരുന്ന ഒരു പോയിൻ്റ് എങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. പ്രൂഫ് ലെറ്റ് x1 and x2 be successive zeros of z of x, then z of x1 equal to 0 and z of x2 equal to 0. അപ്പോൾ x1ഉം x2ഉം രണ്ട് സക്സസീവ് സീറോസ് ഓഫ് z of x ആണ്. അപ്പോൾ എന്തായാലും z of x1 0 ആയിരിക്കും, z of x2 0 ആയിരിക്കും. ആൻഡ് z of x doesn't vanish on open interval x1, x2. Okay, then we have to prove that there should be at least one zero of y of x between x1 and x2. അപ്പോൾ x1ലും x2ൻ്റെയും ഇടയിൽ y of x 0 ആവുന്ന ഒരു പോയിൻ്റ് എങ്കിലും ഉണ്ടെന്ന് നമ്മൾ കാണിക്കണം. For this, we can assume that y of x doesn't vanish on x1, x2. അപ്പം നമുക്ക് തിയറം പറയുന്നത് y of x വാനിഷ് ആവും എന്നാണ് പറയുന്നത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാണ് y of x doesn't vanish on open interval x1, x2 എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. Okay, then without loss of generality, we assume y of x and z of x are both positive functions. Then Roskine of y, z എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. റോസ്കെയിൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ സെഡ് ഡാഷ് മൈനസ് സെഡ് വൈ ഡാഷ് ആണ്. നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് ഡബ്ല്യു ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടും? y of x z of x ഇൻറ്റു q of x മൈനസ് r of x എന്ന് കിട്ടും. ഇവിടെ q of x ഗ്രേറ്റർ ദാൻ r of x ആയിക്കൊണ്ട് ദിസ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ y of x z of x പോസിറ്റീവ് ഫങ്ഷൻസ് ആണ്. ഇതും പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് d by dx of w of x ഈസ് ഗ്രേറ്റർ ദാൻ 0. ദെൻ നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം x1 to x2. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡെറിവേഷനും ഇൻ്റഗ്രേഷനും രണ്ടും ഉള്ളതുകൊണ്ട് ഇത് ക്യാൻസൽ ആവും. ദെൻ w of x ഈസ് ഗ്രേറ്റർ ദാൻ 0. ലിമിറ്റ് കൊടുക്കുമ്പോൾ w of x2 മൈനസ് w of x1 ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഈസ് w of x2 ഗ്രേറ്റർ ദാൻ w of x1. ഇത് നമ്മൾ ഒന്നെന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ w of x എന്താ? y z ഡാഷ് മൈനസ് z y ഡാഷ് ആണ്. ഇവിടെ w of x1 ആകുമ്പോൾ എന്താവും? എക്സിന് x1 നമ്മൾ കൊടുക്കുമ്പം z of x1 0 ആണ്. x1 എന്ന് പറയുന്നത് z of xൻ്റെ 0 ആണ്. അതുകൊണ്ട് z of x1 0 ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. സോ ആ വാല്യൂ 0 ആയി. ദെൻ ദിസ് y of x1 ഇൻറ്റു z ഡാഷ് ഓഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0. ദാറ്റ് ഈസ് w of x1 ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0. അതുപോലെ w of x2 കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ z of x2 നമുക്കറിയാം 0 ആണ്. ദെൻ y of x2 ഇൻറ്റു z ഡാഷ് ഓഫ് x2 ലെസ് ദാൻ ഓർ ഇക്വൽ ടു 0. From this we get w of x2 less than or equal to 0. But ഇവിടെ നമുക്ക് w of x1 greater than or equal to 0 കിട്ടി. w of x2 less than or equal to 0 കിട്ടി. രണ്ടിനും നമുക്ക് w of x1 greater than w of x2 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ 2 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ 1 എന്ന് മാർക്ക് ചെയ്തത് എന്തായിരുന്നു? w of x1 less than w of x2 എന്നായിരുന്നു 1 മാർക്ക് ചെയ്തത്. ഇവിടെ നേരെ തിരിഞ്ഞു വന്നു. w of x1 greater than w of x2 എന്നാണ് വന്നത്. From 1 and 2 we arise a contradiction. Therefore y of x vanishes between x1 and x2. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ വന്നുകൊണ്ട്
നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ സപ്പോസ് ചെയ്തത് എന്തായിരുന്നു, വൈ ഓഫ് എക്സ് ഡസൻറ്റ് വാനിഷസ് എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തത്. കോൺട്രാഡിക്ഷൻ വന്നുകൊണ്ട് അത് നമ്മുടെ സപ്പോസിഷൻ തെറ്റായിരുന്നു. ദാറ്റ് ഈസ് therefore y of x vanishes between x1 and x2. Theorem C. Let yp of x be non-trivial solution of Bessel's equation on the positive x-axis. അപ്പോൾ yp of x എന്ന് പറയുന്നത് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ബെസൽസ് ഇക്വേഷൻ ഓൺ ദ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. ഇനി പിയുടെ വാല്യൂ 0 ലെസ് ദാൻ p ലെസ് ദാൻ 1/2 ആണെങ്കിൽ എവറി ഇൻ്റർവെൽ ഓഫ് ലെങ്ത് പൈ കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 0 ഓഫ് yp ഓഫ് എക്സ്. അപ്പോൾ എവറി ഇൻ്റർവെൽ, എല്ലാ ഇൻ്റർവെല്ലും, ലെങ്ത് പൈയുള്ള എല്ലാ ഇൻ്റർവെല്ലിലും അറ്റ്ലീസ്റ്റ് ഒരു 0 എങ്കിലും ഉണ്ടാവും. yp ഓഫ് എക്സിൻ്റെ ഒരു 0 എങ്കിലും ഉണ്ടായിരിക്കും. ഇഫ് p ഈക്വൽ ടു 1/2 ആണെങ്കിൽ ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് സീറോസ് ഓഫ് yp ഓഫ് എക്സ് ഈസ് എക്സാക്ട്ലി പൈ ആയിരിക്കും. അപ്പോൾ p ഈക്വൽ ടു 1/2 ആണെങ്കിൽ നമ്മൾ രണ്ട് സീറോസ് yp ഓഫ് എക്സിന് 2 0 എടുക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സാക്ട്ലി പൈ ആയിരിക്കും. ഇഫ് p ഈസ് ഗ്രേറ്റർ ദാൻ 1/2, p greater than 1/2 ആണെങ്കിൽ then every interval of length pi contains at most 1 0 of yp of x. Every interval of length pi contain at most 1 0 of pi of yp of x. pi ലെങ്ത് ഉള്ള എല്ലാ ഇൻ്റർവെല്ലിലും മാക്സിമം ഒരു 0 എങ്കിലും, ഒരു 0 മാക്സിമം 1 ഉണ്ടാവുള്ളൂ. yp ഓഫ് എക്സിൻ്റെ 0 മാക്സിമം 1 ഉണ്ടാവുള്ളൂ, 1 അതിൽ കുറവായിരിക്കും ഇഫ് p ഗ്രേറ്റർ ദാൻ 1/2 ആണെങ്കിൽ. താങ്ക് യു.